നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ റെഡിമെയ്ഡ് ബ്ലൗസാണ്. റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി പേർക്കുണ്ട്. ഈ റെഡിമെയ്ഡ് ബ്ലൗസ്, സ്ട്രെച്ചബിൾ ബ്ലൗസ് എടുക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പതിവായിട്ട് പണ്ട് തൊട്ടേ ട്രഡീഷണലായിട്ട് ഇട്ട് വരുന്ന ഫ്രണ്ട് ഓപ്പൺ, ഇങ്ങനെ സൈഡിൽ ടക്കൊക്കെ ഇട്ട് ഇവിടെ ഒരു പടിയൊക്കെ വെച്ച് അങ്ങനത്തെ ബ്ലൗസ്, അല്ലാത്ത ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ബ്ലൗസുകൾ ഇറങ്ങുന്നുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും കട്ടോരിക്കട്ടിൻ്റെ ബ്ലൗസാണ് കാണിക്കുന്നത്. ഒന്നാമത് അതൊരു പ്രത്യേകത. ഞാൻ അങ്ങനെ കാണിക്കാറുള്ളതല്ല കട്ടോരിക്കട്ടെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും കാലം കാണിച്ച കളർ കോമ്പിനേഷൻസ് ഒത്തിരി കോമൺ ആണ്. ഈ പ്രാവശ്യം വന്നേക്കുന്നത് ഞാൻ നോക്കിയിട്ട് കുറേ വെറൈറ്റി കളേഴ്സ് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഈ റസ്റ്റ് ഓറഞ്ച് കളറ്, നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന കളറ്. അതിനകത്ത് പിന്നെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അപ് ടു 3XL ആണ്. 3XLകാർക്കും ഇടാം, മേടിക്കാം. ഈ ബ്ലൗസിനെ പറ്റി, ബ്ലൗസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ബ്ലൗസിനെ പറ്റി ഒന്ന് കേൾക്കണം. ബ്ലൗസ് ഇത് കാരണം അനുസരിച്ച് ഇതിന് റിട്ടേണും എക്സ്ചേഞ്ചും റീഫണ്ട് കാര്യങ്ങളോ ക്യാൻസലേഷനോ ഒന്നുമില്ല. ബ്ലൗസ് അപ് ടു 3XL വരെയുള്ളവർക്ക് ഇടാം. ഫ്രീ സൈസാണ്. സൈസ് നിങ്ങൾക്ക് ഈ സൈസ് വലുതാണെന്ന് തോന്നുവാണെങ്കിൽ സൈഡ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തേച്ചാൽ മതി. അളവ് പോലും എടുക്കണ്ട, കാരണം ഇത് സ്ട്രെച്ചബിൾ ആണ്. ഈ സൈസ് ഇത്രയും കൂടെ ഇത് വലുതാവും. പിന്നെ 3XL വരെയുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും മേടിക്കാം. സ്മോൾ തൊട്ട് 3XL വരെയുള്ള ആർക്ക് വേണമെങ്കിലും മേടിക്കാം. സ്മോളുകാർ ഈ സൈസ് എടുത്തു കഴിഞ്ഞാൽ ഷോൾഡർ ഒന്നും ഇറങ്ങിയൊന്നും കിടക്കത്തില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഉടലും ലൂസാണെങ്കിൽ ഒരു ശക്കല ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് ഷേപ്പ് ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ ഒരു കട്ട് കണ്ടോ, ഇതുണ്ട്. ഫ്രണ്ട് ഓപ്പൺ പോലെ തന്നെ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഓപ്പൺ അല്ല. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ 2 ടക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ടക്ക് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, നമ്മുടെ സാധാരണ നോർമൽ ബ്ലൗസിൻ്റെ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ പടിയും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഷേപ്പായിട്ട് കിടന്നോളും, നല്ല ഭംഗിക്ക് ഇരിക്കും. ഇതാണ് ആദ്യത്തെ ബ്ലൗസ്. നല്ലൊരു റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് കണ്ടോ, നല്ല ബ്ലൗസാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 320 അങ്ങനെ ഏതാണ്ടാണ് റേറ്റ്. സ്ക്രീനെ നിങ്ങൾ കാണുമ്പം എനിക്ക് കാണാതെ അറിയത്തില്ല. അപ്പം 320 രൂപ കൊടുത്ത് ഇത്രയും ഈ കട്ടിൻ്റെ ഒരു ബ്ലൗസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഒരു 800 രൂപ നിങ്ങൾക്ക് നമ്മൾ നോർമലി ഒരു ബ്ലൗസ് തയ്ക്കുമ്പം നമ്മുടെ ഇവിടെയൊക്കെ 500 രൂപ 400 രൂപ 500 നാട്ടുപുറങ്ങളിലൊക്കെ അതിലും കുറവുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അത്രയും രൂപ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് തന്നെ. പിന്നെ അതിൻ്റെ തുണിയുടെ വില വേറെ. പിന്നെ അതെല്ലാത്തിലും ഉപരി ഇത് പെർഫെക്റ്റ് ആയിട്ട് കിടന്ന KKPP കിട്ടി പോയി എന്ന് പറഞ്ഞ പോലെയാണ് പലപ്പോഴും. അപ്പം അതൊന്നും അല്ലാതെ 320 രൂപ കൊടുത്ത് ഈ ബ്ലൗസ് വയ്ക്കുമ്പോൾ നിങ്ങൾ 1000 രൂപയുടെ എക്സ്പെക്റ്റേഷൻ വെക്കില്ലേ. എന്നും കൊണ്ട് ഈ ബ്ലൗസ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ചില മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഞാൻ പറയുന്നത് ഇതിനങ്ങനെയാണ്. പക്ഷേ നമുക്ക് ജീവിതകാലം മുഴുവൻ ഈ ഒരു ബ്ലൗസ് ഇടാൻ സാധിക്കുകയില്ല. അതിനൊരു ലൈഫുണ്ട്. ആ ലൈഫ് അത്രയും ഇടാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം എന്ന് പറയാം. എന്തുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ ബ്ലൗസിനെ മോശപ്പെടുത്തി പറയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചിലർ പറയുന്ന ഇത് വളരെ ചുരുക്കം. ഇപ്പം നമ്മൾ 1000 പേർക്ക് വിറ്റാൽ 2 പേര് പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ, എടുത്തു പറയുന്നത്. അതുകൊണ്ട് ആ 2 പേർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അത്രയും ഒരു എക്സ്പെക്റ്റേഷൻ വെക്കരുത്. നമ്മൾ മുടക്കുന്ന വിലയും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. ഇതാണ് ആദ്യത്തെ ബ്ലൗസ്. കണ്ടോ, ഇങ്ങനെ ഒരു നല്ല റസ്റ്റ് ഓറഞ്ചിൻ്റെ ഒരു കളർ, എന്നിട്ട് ഇതിൽ കൂടെ ഒരു പിസ്ത ഗ്രീനും ഒരു ഗോൾഡ് പോലത്തെ ഒരു കളറും കൂടെ കൊണ്ട് പ്രിന്റ് കൊടുത്തിരിക്കുക. നല്ല ഭംഗിയാണ്. കേരള സാരിക്കിടാം, അല്ലാതെ പലതിനിടാം. നല്ല ഭംഗിയുള്ള ബ്ലൗസാണെന്ന് ഞാൻ പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ പല ക്വാളിറ്റിയിൽ ബ്ലൗസ് ഇറങ്ങുന്നുണ്ട്. ഇത് ഇപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്ലൗസാണ്. ഭയങ്കരമായിട്ടങ്ങ് ഇത് നമുക്കൊരിക്കലും ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചബിൾ ബ്ലൗസ് ഇട്ട ഫീല് കാണുന്നവർക്ക് തോന്നുന്നില്ല, പക്ഷെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടാണ്. അടുത്ത കളറ് നേവി ബ്ലൂ നമ്മൾ കണ്ടിട്ടുള്ള കളറാണ്. പിന്നെ കട്ടോരിക്കട്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളുക. അടുത്ത കളർ ഇത്. കൈയൊക്കെ ഇത്രയും തന്നെയുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഇത് 3XL സൈസ്, എൻ്റെ സൈസ് ലാർജാണ്. എന്നിട്ട് എനിക്ക് ലൂസാണോ നിങ്ങൾ നോക്കുക. കണ്ടോ, കറക്റ്റായിട്ടല്ലേ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും പറ്റും. ബ്ലൗസിൻ്റെ വീഡിയോ കാണുമ്പോൾ കഴിയുന്നത് സ്കിപ്പാക്കി കാണാതിരിക്കാൻ ശ്രമിക്കണം. കാരണം ബ്ലൗസ് എല്ലാവർക്കും ഒരേ ബോഡി ഷേപ്പ് അല്ല. അപ്പോൾ വ്യത്യാസങ്ങൾ വരാം, അങ്ങനെ വരാം, ഇങ്ങനെ വരാം. ഉണ്ട് വൈറ്റ് കൂടെ ഒരു പിങ്കും ഒക്കെ ഒരു ചെറിയ ഡിസൈൻസ് പോകുന്ന ഒരു ബ്ലൗസ്. വൈറ്റും പിങ്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു പിസ്ത ഗ്രീൻ്റെ ഒരു ചെറിയ അതിൽ കൂടെ ഒരു ഡിസൈനുണ്ട്. എല്ലാം കട്ടോരിക്കട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളത്. കണ്ടോ, ഇതും ഇത് കണ്ടോ, കട്ടെല്ലാം ഒരേ ഒരു ബ്ലൗസാണ്, ഒരേ ടൈപ്പ് ബ്ലൗസാണ്. നമ്മൾ സാധാരണ നോർമൽ നമ്മളുടെ ട്രഡീഷണൽ ആയിട്ട് ബ്ലൗസ് ഇടുന്ന ആ ബ്ലൗസ് തന്നെ അങ്ങനെ വിചാരിച്ചാൽ മാത്രം മതി. ഞാനും ഇങ്ങനത്തെ 2-3 ബ്ലൗസ് എടുത്ത് വെക്കുന്നുണ്ട്.
ചന്ദന കളർ സാൻഡൽ ഷെയ്ഡ്, അതിൻ്റെ കൂടെ ഒരു പിങ്ക് കളറിൻ്റെ ചെറിയൊരു ഡിസൈൻ. കേരള സാരിക്കും വിഷുവിനൊക്കെ ഇടാൻ നല്ല ഭംഗിയാണ്. അതുകൂടാതെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ നല്ല രസമാണ്. ഇടാൻ ഒട്ടും ചൂടോ ബുദ്ധിമുട്ടോ ഒന്നും എടുക്കത്തില്ല. ടീൽ ബ്ലൂ, ഇതും എപ്പോഴും വരാത്ത ഒരു കളറാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബ്ലൗസ് എടുത്തിട്ട് ബ്ലൗസിൻ്റെ വീഡിയോ കാണിച്ചിട്ട് എല്ലാ കളറും എല്ലാ ബ്ലൗസും എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് അതൊരു ബുദ്ധിപരമായ തീരുമാനമല്ലേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ബ്ലൗസ് എന്ന് പറയുന്നത് സാരിയെ പോലല്ല, അത്രയും ലൈഫ് ബ്ലൗസിന് കിട്ടത്തില്ല. കാരണം നമ്മുടെ ബോഡിയായിട്ട് ഏറ്റവും ഇതായിട്ട് കിടക്കുന്നല്ലേ. അപ്പോൾ എപ്പോഴും ബ്ലൗസ് ഒത്ത് കിട്ടുമ്പോൾ വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു ഡാർക്ക് മെറൂൺ, നല്ല കളർ കേട്ടോ. എനിക്കിതൊരെണ്ണം വേണം. രാമാഗിരി എല്ലാം കട്ടോരിക്കട്ട് തന്നെയാണ്. ഇതും എപ്പോഴും വരുന്ന കളറല്ല. സെറ്റ് സാരിക്കും കേരള സാരിക്കും ലൈറ്റ് കളേഴ്സിനും ഒക്കെ നല്ലതാണ്. ഈവൻ ബനാറസി സാരികൾക്ക് പോലും നല്ലതാണ്. ബനാറസി പ്ലെയിൻ വന്നിട്ട് ബനാറസി ബോർഡറുമായിട്ട് വരികയല്ലേ, അങ്ങനത്തെ സാരീസ് ഇല്ലേ, ബനാറസിയുടെ ബോർഡർ മാത്രമായിട്ട്, അങ്ങനത്തെ സാരിക്ക് ഇങ്ങനത്തെ ബ്ലൗസ് ഇട്ടാൽ ഒത്തിരി ഭംഗിയായിരിക്കും. ബോഡി പ്ലെയിന് ബോർഡറുമായിട്ടുള്ള സാരീസ് ഇല്ലേ, ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്ക്, അതിൻ്റെ കൂടെ പിങ്കും, നല്ലൊരു കോമ്പിനേഷൻ. കുറച്ച് കളറുണ്ടല്ലോ. ഇത് രണ്ടെണ്ണം ഉണ്ടോ? ഇത് തന്നെയല്ലേ മുമ്പേ കാണിച്ച മറ്റേ മെയിൻ ഓറഞ്ച്, റാണി പിങ്ക്, നല്ല ഡാർക്ക് റാണി പിങ്ക്, നല്ല കളർ, നല്ല കളർ. നല്ല ചില്ലി റെഡിൻ്റെ ഡാർക്ക് റെഡാണ്, പക്ഷെ മെറൂണിഷ് റെഡ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു റെഡാണ്. നല്ല റെഡാട്ടോ, നല്ല ഭംഗിയല്ലേ. നല്ല രസമാട്ടോ. നിങ്ങൾ ബനാറസി സാരികൾക്കൊക്കെ നല്ലതായിട്ട് ചേരും. ഇത്രയും പെർഫെക്ഷൻ എവിടെ നിങ്ങൾക്ക് ബ്ലൗസ് തയ്ച്ചാൽ കിട്ടുന്നു നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. ഞാനെന്താ പറയുക, കൈയൊക്കെ നല്ല നമ്മുടെ ബ്ലൗസ് ഇപ്പോൾ നമ്മളിടുവാണെങ്കിൽ 2 കൈയുടെ വശം ബാക്കുമാണ് കൂടുതൽ കാണത്തുള്ളൂ അല്ലേ, ബാക്കി സാരി വന്ന് മൂടിപ്പോകും. അപ്പോൾ ഈ കൈയൊക്കെ നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഏത് സാരി എടുത്താലും അതിനൊരു പ്രത്യേക ഭംഗി കിട്ടൂലേ. അത് ഇതിനുണ്ട്. അതാണ് എനിക്ക് തരാൻ പറ്റുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത്. നല്ല സുഖമാണ്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സാരി വിരോധിയല്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് അത്രയും ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ഫീലാണ് എനിക്ക് സാരി ഉടുത്തോണ്ട്. നമ്മളങ്ങനെ ഇപ്പോൾ ഉടുക്കുന്നില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല എന്നാ പറയുന്നത്, അറിയത്തേ ഇല്ല, എൻ്റെ ഒരു ബുദ്ധിമുട്ടേ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഞാൻ ശരിക്കും പറയുന്നത് കേട്ടോ, കള്ളം പറയേണ്ട കാര്യമില്ലോ. 1000കണക്കിന് 10,000കണക്കിന് ബ്ലൗസ് വിട്ടിട്ടുള്ള ആളാണ് ഈ ഇരിക്കുന്ന ഞാൻ, ആ കോൺഫിഡൻസിൽ പറയുന്നത്. അപ്പോൾ വീണ്ടും ഇതിന് എക്സ്ചേഞ്ച് ഇല്ല, റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല. പിന്നെ ഡെസ്പാച്ച് എമർജൻസി ആയിട്ടുള്ളവർക്ക് നമ്മൾ എന്നാ പറഞ്ഞാൽ പോലും ഇനിയിപ്പോൾ എന്നാന്നറിയോ, ഹോളിഡേയ്സ് അല്ല, ഇല്ല ഗുഡ് ഫ്രൈഡേ കഴിഞ്ഞല്ലോ അല്ലേ. അപ്പം എതിരെ പോയാലും ബുധനാഴ്ചയാകും ഡെസ്പാച്ച് തുടങ്ങുമ്പോൾ കേട്ടോ. നിങ്ങളുടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് 4ാം ബുക്കമാണ് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അത് ഓർക്കണം. പിറ്റേ ദിവസം തന്നെ ചോദിക്കരുത്, പിറ്റേ ദിവസം തന്നെ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ എമർജൻസി ആണെങ്കിൽ ചൊവ്വാഴ്ച തിങ്കളാഴ്ച, എന്നാലും ബുധനാഴ്ച തൊട്ടേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ എമർജൻസി ഉള്ളവർക്ക് മാത്രം ചൊവ്വാഴ്ച അയക്കാൻ മാക്സിമം ശ്രമിക്കാം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.